കുറച്ച് ആൾക്കാർക്ക് കൂടി പറഞ്ഞു കൊടുക്കണം, അതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ. ഞാനൊരു വീഡിയോ ഒന്നും തുടങ്ങാതിരിക്കുന്ന അല്ലാതിരിക്കുന്ന ഒരു സമയത്ത് എനിക്ക് ഇങ്ങനെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള കുറെ ആളുകളുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് ചില വാക്കുകൾ മതിയാവും പെട്ടെന്ന് ഒരു സ്പാർക്ക് കിട്ടാൻ. യൂട്യൂബിനകത്ത് കുറെ ആളുകൾ അത് ചെയ്താൽ ഇത് കൂടും, ഇത് ചെയ്താൽ അത് കൂടും, ഇത്ര ലൈക്ക് വേണോ ഓടുക, അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് വേണോ, ഈ ബട്ടൺ അമർത്തിക്കാൻ സബ്സ്ക്രൈബേഴ്സ്, ഈ ബട്ടൺ അമർത്തിക്കാൻ ന്യൂസ്, ഒന്നും നടക്കാൻ പോലും മക്കളെ. പക്ഷേ അത് കണ്ട് കുറേ കണ്ടുള്ള സമയം കളിച്ചിട്ടുണ്ടല്ലോ, അത് വേണ്ടെന്ന് ഞാൻ പറയുള്ളൂ. എന്റെ സമയം ഒരുപാട് പോയതാണ്, ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. എനിക്കിത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്തായാലും ഇത് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് മാസങ്ങൾ വീഡിയോ ഇടാൻ പറ്റാണ്ടായി. പിന്നെ സെപ്റ്റംബർ തന്നെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. 100K എന്റെ വീഡിയോക്ക് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് കഴിഞ്ഞാൽ ബാക്കി നമ്മൾ അങ്ങനെ കയറിക്കോളും. അവർ 100 നിന്നും 1000 നിന്നും 1 മില്യണിലോട്ട് പറഞ്ഞിട്ടുള്ള കമ്പനിയിൽ വളർച്ചയാണ്. ഒരു കാര്യത്തിലോട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക, നിർത്തരുത്, എന്ത് വന്നാലും നിർത്തരുത്. ചിലപ്പോൾ ഹലോ, ഞാനൊരു ഹാപ്പി ന്യൂസ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. എന്നെ കണ്ടാൽ തന്നെ അറിയാം ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. അതെ, ഫൈനലി നമ്മൾ 20K ഫാമിലി ആയിരിക്കുകയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ അതിനകത്ത് വന്ന് പറയാന്ന് പോലും അറിയില്ല. എല്ലാവരും പോലെ തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ അതിന്റെ മുന്നെയോ ഒരിക്കൽ പോലും ഞാൻ ഇങ്ങനത്തെ ഒരു ക്യാമറ ഓൺ ചെയ്ത് 20K ഫാമിലി ആയി എന്ന് പറഞ്ഞ് ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റുന്ന ഞാൻ ഒരിക്കലും വിചാരിക്കാത്തൊരു കാര്യമാണ്. ഇതെല്ലാ യൂട്യൂബേഴ്സും ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെയാണ്, ഇതൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഞാൻ യൂട്യൂബ് ജേണി അല്ലെങ്കിൽ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 1 ഇയർ പോലും ആയിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് ഇത്രയും എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് പ്രൗഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോനകത്ത് ഇതിന് പറയാം, ഈ ഒരു വീഡിയോയിലുള്ള കാര്യം ഞാൻ മുന്നേ പറയാം. എൻ്റെ ഒരു യൂട്യൂബ് ജേണി എങ്ങനെയാണ്, 0 നിന്ന് ഞാൻ എങ്ങനെ ഒരു 20K സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഒരു 20K ഫാമിലിയിലോട്ട് എങ്ങനെ എത്തി എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കണ്ടന്റ് യൂസ്ഫുൾ ആവുന്ന ആളുകൾ മാത്രം കണ്ടാൽ മതി, വെറുതെ സമയം കളയണ്ടല്ലോ. അതുകൊണ്ടാണ് ഈ കണ്ടന്റ് ആദ്യം പറഞ്ഞത്. അതായത് എന്നെ പോലെ തന്നെ ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ എത്തില്ലേ എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. എനിക്കിത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ 100% ആയിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. കാരണം അങ്ങനെയുള്ള ഒരാളായിരുന്നു ഞാൻ. ആ ഒരു കാര്യമാണ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഭാവിയിൽ യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതൊരു പ്രചോദനമാവണം, അല്ലെങ്കിൽ അവർക്കുള്ള ഒരു മോട്ടിവേഷൻ, ഒരു ഇൻസ്പിറേഷൻ ആയിട്ടാണ് ഞാൻ എൻ്റെ കാര്യം പറയാന്ന് വെച്ചത്. ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ ആക്ച്വലി ഈ ക്യാമറ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു. പഠിക്കുന്ന കാലത്തെ അങ്ങനെ ആയിരുന്നു. ഇപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാൾ ക്യാമറ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് കോൺഷ്യസ് ആവും. എന്താ പറയാ, എൻ്റെ കോൺഫിഡൻസ് അവിടെ പോകും. പിന്നെ എനിക്ക് പോസ് ചെയ്യാൻ അറിയില്ല, അങ്ങോട്ട് തിരിയണോ ഇങ്ങോട്ട് തിരിയണോ. ഫോട്ടോ എടുക്കാൻ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഒരു പോസ് പോലും എനിക്ക് ചെയ്യാൻ അറിയില്ല. എൻ്റെ ഫോട്ടോസൊക്കെ നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുള്ളത് അറിയാതെ ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഒളിച്ചിരുന്നെടുത്ത ഫോട്ടോസ് ആയിരിക്കും. അല്ലാണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഒന്നും എനിക്ക് ഇല്ല. എനിക്ക് ക്യാമറ ഫേസ് ചെയ്യാൻ പേടിയാണ്. വീഡിയോ അതുപോലെ തന്നെയാണ്. സത്യം പറഞ്ഞാൽ 2018-19 ആ ഒരു സമയത്താണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം എനിക്ക് വന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു സ്റ്റേബിൾ ആയി നിൽക്കുന്ന എല്ലാ യൂട്യൂബേഴ്സും ആ ഒരു സമയത്ത് വന്നിട്ടുള്ള ആളുകളാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഞാനും വിചാരിക്കുന്നുണ്ട് എനിക്കൊരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണം, കുറെ കണ്ടന്റ്സ് ഇടണം, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഞാനും വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഈ ക്യാമറ ഫേസ് ചെയ്യാൻ പേടിയുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു സമയത്ത് കോവിഡിന്റെ ഒക്കെ സമയത്ത് ഞാനും കുറെ ടിക്ടോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും പുറത്ത് വിടാറില്ല കേട്ടോ. ക്യാമറ ഓൺ ചെയ്യും, അതുപോലെ ചെയ്ത് നോക്കും. അത് പുറത്ത് വിടുന്നില്ല എന്നൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്കത് കുറച്ച് നന്നായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ പുറത്ത് വിടാനൊരു വീഡിയോ ആണ് എടുക്കുന്നത് തോന്നിയിട്ട് എടുക്കാന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത്രയും ക്യാമറ ഫിയർ ഉള്ള ഒരാളായിരുന്നു ഞാൻ പണ്ട്. അത് റീസെന്റ് ആയിട്ടൊരു ഈ വർഷം ഒരു ഏപ്രിൽ മാസം വരെ ഞാൻ അങ്ങനെയുള്ള ഒരാൾ തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുക അങ്ങനെയൊന്നും ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടെങ്കിലും പല യൂട്യൂബേഴ്സിനെ കാണുമ്പോഴും എനിക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിലും എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. പിന്നെ ആക്ച്വലി ഞാൻ ടീച്ചിങ് ഫീൽഡിലുള്ള ഒരാളാണ്, ട്രെയിനിങ് ഫീൽഡിലുള്ള ഒരാളാണ്, മെന്റലി പെർഫോം ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എത്ര ആളുകളുടെ മുന്നിൽ പോയിട്ട് പെർഫോം ചെയ്യാനോ ഒരു സ്റ്റേജ് ഷോയിൽ പോയിട്ട് പെർഫോം ചെയ്യാനോ എനിക്ക് ഒരു മടിയില്ല. അതിന് ഞാൻ കോൺഫിഡന്റ് ആണ്. പക്ഷെ ക്യാമറ ഫേസ് ചെയ്യാൻ മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു സീൻ ഞാൻ വിട്ടതായിരുന്നു. എന്നോട് നടക്കില്ല എന്നുള്ളൊരു തോന്നൽ ഈ ഒരു സീൻ ഞാൻ വിട്ടതായിരുന്നു. പക്ഷേ മെന്റലിസ്റ്റ് ഒക്കെ പെർഫോം ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ വീഡിയോ അങ്ങനെ പെർഫോമൻസ് വീഡിയോ എടുത്തിരുന്ന സമയത്ത് അത് പിന്നെ ഞാൻ പെർഫോം ചെയ്യും, ആരെങ്കിലും വന്ന് ഷൂട്ട് ചെയ്യും, അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മൾ അതിൽ തന്നെ ഇൻവോൾവ് ആയതുകൊണ്ട് ക്യാമറയിൽ കോൺഷ്യസ് അല്ല. അങ്ങനെ കുറച്ച് വീഡിയോസ് കിട്ടിയപ്പോൾ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഇതിന് കണ്ടന്റ് ആക്കി കൂടെ എന്നുള്ളത്. ആ ഒരു തോട്ടിലാണ് ഞാൻ ചെയ്ത പെർഫോമൻസ് വീഡിയോസ് ഒക്കെ അതിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ കണ്ടന്റ് കുറച്ച് മാറ്റി പിടിച്ചു, കുറച്ച് മൈൻഡ് ഗെയിംസും മൈൻഡ് എക്സ്പെരിമെന്റ്സും ഒക്കെ ആയിട്ട് മാറ്റി പിടിച്ചു. അങ്ങനെയാണ് എന്റെ യൂട്യൂബ് ജേണി. പക്ഷെ ആദ്യത്തെ വീഡിയോ, ഈ മൈൻഡ് ഗെയിം ആയിട്ടുള്ള ആദ്യത്തെ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്റെ കസിൻസ് ആണ് എനിക്ക് വീഡിയോ എടുത്ത് തന്നിരുന്നത്. ഒരുപാട് ടൈക്ക് അതിനകത്ത് പോയിക്കണോ. അതൊരു 15-20 എനിക്ക് തോന്നുന്നു ചിലപ്പോൾ 20-ൽ കൂടുതൽ ടൈക്ക് എടുത്തിട്ടുണ്ടായിരിക്കും. അത്രയും എനിക്കൊരു ഡയലോഗ് പോലും പറയാൻ പറ്റുന്നില്ല. ക്യാമറ ഫ്രണ്ടിലുണ്ടല്ലോ, ഞാൻ കോൺഷ്യസ് ആണ്, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. കട്ട് ചെയ്ത് ആ ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ ക്ഷീണിച്ചിരുന്നു. ആ ഒരു പരുവത്തിലായിരുന്നു. പിന്നെ ഒരു 3-4 വീഡിയോ അതുപോലെ എടുത്തു. അങ്ങനെ എടുത്തൊരു 3-4 വീഡിയോ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കുറച്ച് കോൺഫിഡന്റ് ആയി, എനിക്ക് പറ്റും എന്നുള്ളത്. പിന്നെ ക്യാമറ കാണുമ്പോൾ എനിക്ക് അത്രത്തോളം പേടി വരാറില്ല. ചെറുതായി ആ പേടി ഇങ്ങനെ മാറി വന്നിരുന്നു.
ദെൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തപ്പോൾ പേടി കംപ്ലീറ്റ് ആയിട്ട് പോയി. ഇപ്പൊ എനിക്ക് ഈ ക്യാമറയുടെ മുന്നിൽ വന്ന് സംസാരിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാനിത് പറയുന്നത്, ക്യാമറ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ആ ഒരു കാരണം കൊണ്ട് ഒരിക്കലും യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ആഗ്രഹം മറച്ചു വെച്ച് തുടങ്ങാതിരിക്കരുത്. അതാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടെങ്കിൽ നിങ്ങൾ ക്യാമറ ഓൺ ചെയ്യുക, സംസാരിക്കുക, വീണ്ടും സംസാരിക്കുക, കണ്ടന്റ് പറയാനുള്ള കണ്ടന്റ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഫസ്റ്റ് വീഡിയോ ഫ്ലോപ്പ് ആവും, സെക്കൻഡ് വീഡിയോ ഫ്ലോപ്പ് ആയിക്കൊണ്ടേ ഇരിക്കും. പക്ഷേ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അത് ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഈ ഞാൻ. എനിക്ക് ഇത്രയും പറയാൻ പറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്കിത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ ക്യാമറ ഫേസ് ചെയ്യാൻ പേടിയുള്ള ആളുകൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ എനിക്ക് പറയാനുള്ളത്, 2024 ഒരു ഏപ്രിൽ സമയത്ത്, അതായത് കഴിഞ്ഞ വർഷമാണ് ഞാനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ഏപ്രിൽ ഒരു ലാസ്റ്റ് വീക്കൊക്കെ ആയിട്ടാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു കുറച്ചൊക്കെ വീഡിയോസ് ഒക്കെ ഇട്ടു, കണ്ടിന്യൂസ് ആയിട്ടല്ല, ഒരു 2-3 ദിവസത്തെ ഗ്യാപ്പിലൊക്കെ അങ്ങനെയൊക്കെ വീഡിയോസ് ഒക്കെ ഇട്ട് പോയിരുന്നു. കറക്റ്റ് ഒരു 1 month ആവുന്നതിന്റെ മുന്നേ എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയി. അപ്പൊ 1K സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത് പിന്നെ എനിക്കൊരു എക്സാം വന്നു. അങ്ങനെ കുറച്ച് മാസങ്ങൾ വീഡിയോ ഇടാൻ പറ്റാണ്ടായി. പിന്നെ സെപ്റ്റംബർ വരെ ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് അങ്ങനെ ചാനലിട്ട് പോയതാണ്. പിന്നെ ഞാനും വിചാരിച്ചു ചാനൽ ഡെഡ് ആയി പോയിട്ടുണ്ടാവും, ഇത്രയും കാലം അനക്കല്ലാത്ത ചാനലല്ലേ, ഇനി ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടൊന്നും കാര്യമില്ല, ഇതിനെ പ്രത്യേകിച്ച് മാറ്റം വരാനൊന്നും പോണില്ല വിചാരിച്ച് ഞാനത് വിട്ടതായിരുന്നു. പക്ഷെ അപ്പോഴും ഇടയ്ക്കെപ്പോഴോ എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ, നീ എന്താണ് ഇപ്പോഴൊന്നും വീഡിയോ ഒന്നും ചെയ്യാണ്ടിരിക്കുന്നത്, നീ കഷ്ടപ്പെട്ട് ഇത്രയും 1K സബ്സ്ക്രൈബേഴ്സ് ആയതല്ലേ, അത് എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ല, 1 month ആവുന്നതിന്റെ മുന്നേ തന്നെ 1K സബ്സ്ക്രൈബേഴ്സ് ഒന്നും എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല, ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യുന്ന പറഞ്ഞ് അങ്ങനെ അവരുടെ കുറച്ച് മോട്ടിവേഷൻ കാരണമാണ് ഞാൻ വീണ്ടും വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. അതും 3-4 വീഡിയോസ് ഇട്ടപ്പോൾ തന്നെ ഒരു വീഡിയോ 100K അടിച്ചു. അതായത് ഒരു ഓണത്തിന്റെ വീഡിയോ ഉണ്ടായിരുന്നു, ഓണത്തിന്റെ സാരി ഒക്കെ എടുത്തിട്ട് വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോയാണ് ഫസ്റ്റ് എനിക്ക് ഒരു 100K അടിച്ചത്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. 100K എന്റെ വീഡിയോക്ക് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അതുവരെ വീഡിയോസ് ഒക്കെ മാക്സിമം ഒരു 20K വരെയൊക്കെ പോയിട്ടുണ്ട്, ചില വീഡിയോസ് മാത്രം. ബാക്കിയൊക്കെ ഒരു 7K, 5K, 6K ആ റേഞ്ചിൽ നിൽക്കായിരുന്നു. പക്ഷെ ഇത് 100K ഒക്കെ ഞാൻ തന്നെ ഒരു അവസ്ഥയിലായിരുന്നു. കാരണം ഞാനിത് കാണുക മാത്രമേ ചെയ്യുള്ളൂ, യൂട്യൂബിൽ ഓരോരുത്തർക്കും 100K. ഞാനൊരു സാധാരണ ഒരാളാണ്, എനിക്കിതൊന്നും പറ്റില്ല എന്നായിരുന്നല്ലോ എന്റെ വിചാരം. നമ്മളെ കൈകൊണ്ട് പറ്റിയതല്ല, എങ്ങനെയൊക്കെയോ കയറിപ്പോയി. അപ്പൊ ആ ഒരു 100K അടിച്ച സമയത്ത് പിന്നെ എനിക്കൊരു ആവേശമായി, കൊള്ളാലോ എന്നിട്ട് വീണ്ടും വീഡിയോസ് ഇടാൻ തുടങ്ങി. പിന്നെ അടുത്തൊന്നും ഒരു 100K കണ്ടിട്ടില്ല. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും അങ്ങനെ 100K, അതുപോലെ 500K, 600K വരെ വീഡിയോസ് പോയിട്ടുണ്ട്, അതിലപ്പുറം പോയിട്ടില്ല. ഓക്കെ. ദെൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സെപ്റ്റംബറിലാണ് ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത്. അതായത് ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്തു, മെയിൽ അത് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചു. നീണ്ട മാസങ്ങൾക്ക് ശേഷം സെപ്റ്റംബറിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇത് ഡിസംബർ ആണല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഡിസംബർ 20th ആണ്. അപ്പോൾ 2 ദിവസം മുന്നെയാണ് എനിക്ക് 20K ആയത്. വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് മാത്രം, വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പൊ ഡിസംബർ ആയപ്പോഴേക്കും എനിക്ക് 20K സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. അതുപോലെ ഒക്ടോബർ 2-നാണ് 10K ആയത്. 10K ആയപ്പോഴേ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ എനിക്ക് ഇതെങ്ങനെ ഒന്ന് പ്രസന്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ ആലോചിക്കുന്നുണ്ട്. എൻ്റെ ഒരു ജേണി, ഞാൻ വലിയ ആളായിരുന്നല്ല, ഒന്നും അറിയാത്ത 0 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ഈ ഒരു സമയം കൊണ്ട് ഇത്രയൊക്കെ ആകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് കുറച്ച് ആൾക്കാർക്കും കൂടി പറഞ്ഞു കൊടുക്കണം. അതൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ. ഞാനൊരു വീഡിയോ ഒന്നും തുടങ്ങാതിരിക്കുന്നൊന്നും അല്ലാതിരിക്കുന്ന ഒരു സമയത്ത് എനിക്കിങ്ങനെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള കുറെ ആളുകളുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് ചില വാക്കുകൾ മതിയാവും പെട്ടെന്ന് ഒരു ഇത് കിട്ടാൻ, സ്പാർക്ക് കിട്ടാൻ. അപ്പൊ അത് അങ്ങനെ വീഡിയോ ചെയ്യണം 10K ആയത് മുതലേ ഞാൻ വിചാരിക്കുന്നുണ്ട്. കുറച്ചും കൂടി കേട്ടേ വിചാരിച്ച് വെയിറ്റ് നിൽക്കുന്നത്. പിന്നെ എനിക്ക് അറിയില്ല എന്ത് വന്ന് പറയണം. ഇപ്പോഴും എനിക്കൊരു ഐഡിയ ഒന്നും ഇല്ല, എനിക്ക് തോന്നുന്നത് പറയാണ്. ഓക്കെ. അപ്പൊ അതാണ് എൻ്റെ ഒരു കുട്ടി ജേണി എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് ഞാൻ ഫേസ് ചെയ്ത ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ക്യാമറ നേരാവണ്ണം യൂസ് ചെയ്യാൻ അറിയില്ല. ക്യാമറയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. 2 സൗണ്ട് ഇല്ല. ദെൻ എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാന്നുള്ള കാര്യം എനിക്കറിയില്ല. എഡിറ്റിങ്ങിന്റെ ABCD എനിക്കറിയില്ല. വീഡിയോ എടുത്തിങ്ങനെ ഇരിക്കും, അത് മാത്രമേ ചെയ്യുള്ളൂ. ആദ്യത്തെ 2-3 വീഡിയോസ് ഒക്കെ ഞാൻ കസിനെ കൊണ്ട് എഡിറ്റ് ചെയ്യിപ്പിച്ചത്. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകേണ്ട കാര്യമാണ്. ഇത് എന്നും ഒരാളെ എനിക്ക് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ ഇരുന്ന് പഠിച്ചത്. ആദ്യമായിട്ട് ഞാനൊരു എഡിറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം പഠിക്കുന്നത് ഇൻഷോട്ടിനകത്താണ്. ഇൻഷോട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അന്നാണ് എൻ്റെ ഫോണിൽ ഇൻഷോട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇതെങ്ങനെ നമുക്ക് അറിയാത്തൊരു കാര്യം. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ പറ്റിയല്ലേ എനിക്ക് അറിവുള്ളൂ. ഇതിനെനിക്ക് അറിയില്ല, എഡിറ്റിംഗ് എന്താ ചെയ്യാന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഇൻഷോട്ടിൽ ഓരോ സംഭവങ്ങൾ നമ്മൾ പഠിക്കണം. മറ്റേ ഇത് എഫക്റ്റ് ഇടാൻ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, കട്ട് ചെയ്യാൻ, കുറെ കാര്യങ്ങൾ, സോങ് ആഡ് ചെയ്യാൻ, സിമ്പിൾ കാര്യങ്ങളാണ്. പക്ഷെ അത് അത്രയും കാലം ചെയ്ത് നോക്കാത്തതുകൊണ്ട് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി ഇത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യ കാലത്ത് എഡിറ്റ് ചെയ്യാൻ എനിക്ക് ഒരുപാട് സമയം വേണ്ടി വന്നു. ഇപ്പൊ ഞാൻ ഫാസ്റ്റാണ്. ഇപ്പൊ ടക്ക് കുറച്ചൊക്കെ എന്നോട് പറ്റുന്ന പോലെയൊക്കെ പണ്ടത്തെക്കാളും ഫാസ്റ്റ് ആയിട്ട് ഇപ്പൊ ഞാൻ ചെയ്യും. അങ്ങനെ ഇൻഷോട്ട് സെറ്റാക്കി എഡിറ്റിംഗ് പഠിച്ചു.
ദെൻ പിന്നെ ലോങ് വീഡിയോ ഇടാത്തതുകൊണ്ട് അന്ന് തമ്മിലിന്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഓൺലി ഷോർട്സ് ആയിരുന്നു. ലോങ് വീഡിയോ ഇടാനൊരു കണ്ടന്റോ അല്ലെങ്കിൽ ഒരു സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ അത് സെറ്റായി. ദെൻ സൗണ്ട്, മൈക്കിന്റെ കാര്യം. മൈക്ക് ഞാനേ ഈ വീഡിയോ ചെയ്യാൻ ആലോചിച്ചൊരു സമയമുണ്ടല്ലോ, ആ സമയത്ത് തന്നെ മൈക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മൈക്ക് വാങ്ങിച്ചിട്ടാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ആദ്യത്തെ 2-3 വീഡിയോസിലൊന്നും മൈക്ക് യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് ഇത് യൂസ് ചെയ്യണോ, അകത്തുനിന്ന് യൂസ് ചെയ്യണ്ട, പുറത്തിറങ്ങുമ്പോൾ യൂസ് ചെയ്യാൻ മൈക്ക് എന്നൊക്കെ ഉള്ളൊരു ഇതായിരുന്നു, മൈൻഡ് സെറ്റ് ആയിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി അകത്തുനിന്ന്, വീടിനകത്തുനിന്ന് പറയുമ്പോഴും മൈക്ക് യൂസ് ചെയ്യണം എന്നുള്ളത്. അതുപോലെ എനിക്ക് അറിയില്ലായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ മൈക്ക് വാങ്ങി. ഞാനൊരു 2300 രൂപ ആണ് ആദ്യമായിട്ട് യൂട്യൂബിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞാനൊരു മൈക്ക് വാങ്ങി. മൈക്ക് വാങ്ങി അതൊക്കെ, ആ മൈക്ക് എങ്ങനെ യൂസ് ചെയ്യാന്ന് എനിക്കറിയില്ല. അത് പിന്നെ അറിയാലോ, നമ്മൾ കയ്യിൽ എന്തെങ്കിലും സാധനം കിട്ടിക്കാൻ അങ്ങനെ പഠിച്ചോളും. ഓക്കെ, അപ്പൊ അങ്ങനെ മൈക്ക് യൂസ് ചെയ്യാൻ പഠിച്ച് മൈക്ക് കണക്ട് ചെയ്ത് ഫോണിൽ വീഡിയോസ് എടുത്ത്. അപ്പോൾ ആദ്യം എന്റെ കയ്യിൽ IQ Neo 7 ആയിരുന്നു ഫോണ്. ഇപ്പോഴും എന്റെ കയ്യിൽ ആ ഫോൺ തന്നെയാണ്. അപ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി ഉള്ള ഫോൺ എന്റെ വീട്ടില് ബ്രദേഴ്സിന്റെ കയ്യിലും അങ്ങനെ ഐഫോൺ ഉണ്ട്. ഐഫോണിൽ വീഡിയോ എടുക്കാൻ പണ്ട് മുതലേ കേട്ട് ശീലിച്ചുകൊണ്ട് ഐഫോണിലാണ് എന്റെ ബ്രദേഴ്സിന്റെ ഫോണിലാണ് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കസിൻസിന്റെ ഫോണൊക്കെ വാങ്ങിക്കാൻ തുടങ്ങി. കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവരുടെ ഫോണും വാങ്ങിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് തന്നെ മടുത്തു, എല്ലാവരും ബുദ്ധിമുട്ടിക്കാന്നുള്ള രീതിയിൽ. പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഒരു iPhone 16 എടുത്തു. ഇതൊക്കെ കാലക്രമേണ സംഭവിച്ച കാര്യങ്ങളാണ്, ഒറ്റയടിക്കൊന്നും നടക്കുന്ന കാര്യമല്ല ഇത്. ദെൻ അതിന്റെ മുന്നേ ട്രൈപോഡും റിംഗ് ലൈറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. റിംഗ് ലൈറ്റ്, എനിക്ക് ലൈറ്റ് ഭയങ്കര വിഷയമാണ്. അതായത് എന്റെ വീട് അധികം ഡാർക്ക്, വാളിന്റെ പെയിന്റ് എന്ന് പറയുന്നത് ഡാർക്ക് കളറാണ്. അപ്പൊ ലൈറ്റ് എന്തായാലും വേണം. അങ്ങനെ ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രൈപോഡ് വാങ്ങിച്ചപ്പോൾ ഞാൻ കുറേ ഇൻഡിപെൻഡന്റ് ആയി. പിന്നെ എനിക്ക് വേറെ ആളുടെ ആവശ്യമില്ല. ഇപ്പൊ ഞാൻ ട്രൈപോഡ് സെറ്റ് ചെയ്തിട്ട് സംസാരിക്കുന്നത്, അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് എനിക്ക് എന്റെ ട്രൈപോഡ് കാണുമ്പോൾ. കാരണം അത്രയും കാലം എടാ ഒന്ന് വീഡിയോ എടുത്ത് തരുടാന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാവരുടെ പിറകെ നടന്ന് അങ്ങനെയൊക്കെയാണ് വീഡിയോ ചെയ്തിരുന്നത്. കസിൻസ് എടുത്തു വരും, ബ്രദർ എടുത്തു വരും, അങ്ങനെയൊക്കെയാണ് വീഡിയോ ചെയ്തിരുന്നത്. പക്ഷെ ട്രൈപോഡ്സ് വാങ്ങിയ പിന്നെ അത് അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്യും, ഇവിടെ ഞാൻ നിൽക്കും, പറയും, ഓഫ് ചെയ്യും. അതായത് വേറൊരാളില്ലെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും. ട്രൈപോഡാണ് എന്നെ കുറെ ഇൻഡിപെൻഡന്റ് ഫീൽ എനിക്ക് തന്നിട്ടുള്ളത്. പിന്നെ എന്റെ ഫോണും ഇപ്പൊ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഐഫോണും എനിക്ക് കുറെ ഒരു ഫീൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരാൾക്കാർ ഒരിക്കലും ആദ്യം തന്നെ പോയിട്ട് മൈക്ക് മൈക്ക് എന്തായാലും വാങ്ങണം. മൈക്കിൽ ആദ്യം ഇൻവെസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം സൗണ്ട് റെഡി ആവണം. നല്ലൊരു ഫോണില്ല, അല്ലെങ്കിൽ ഇന്ന ഫോൺ തന്നെ വേണം, ഇത്ര ക്ലാരിറ്റി വേണം എന്ന് അങ്ങനെ വാശി പിടിച്ചിട്ട് അങ്ങനെയൊന്നും ഐഫോൺ അങ്ങനത്തെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഉള്ളൊരു സംഭവം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാനും എനിക്കൊരു ഐഫോൺ കിട്ടിയിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ മക്കളെ ഒരിക്കലും ഒന്നും റെഡി ആവാൻ പോകില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് എന്താണോ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ എല്ലാം റെഡി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള നമ്മുടെ ഒരു മൈൻഡ് സെറ്റില്ലേ, അത് ഭയങ്കര പ്രശ്നമാണ്. അത് നമ്മുടെ ഗ്രോത്തിനെ അങ്ങനെ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി നമ്മൾ അങ്ങനെ കയറിക്കോളും. ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനുള്ള ഒരു മടിയാണ്. ഓൾറെഡി ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കയറി പോകാനുള്ള ഒരു ത്വര കിട്ടും, അല്ലെങ്കിൽ ഒരു സ്പാർക്ക് കിട്ടും, അല്ലെങ്കിൽ എവിടുന്നെങ്കിലും എന്തെങ്കിലും കിട്ടും. പക്ഷെ ആ കിട്ടണമെങ്കിൽ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എടുക്കാൻ റെഡി ആവണം. ഓക്കെ, അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ യൂട്യൂബിനകത്തെ കുറെ ആളുകൾ അത് ചെയ്താൽ ഇത് കൂടും, ഇത് ചെയ്താൽ അത് കൂടും, ഇത്ര ലൈക്ക് വേണോ ഓടിവാ, അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് വേണോ, ഈ ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ്, ഈ ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ വ്യൂസ്, ഒന്നും നടക്കാൻ പോലും മക്കളെ. ഇതൊക്കെ വെറുതെ. എന്തെങ്കിലും അതിൽ സത്യാവസ്ഥ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഒരു 5% സത്യാവസ്ഥ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. 95% അതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല. കാരണം ചേച്ചി ഇത് റിസർച്ച് ചെയ്ത് കുറെ നടന്നാണ്, പ്രത്യേകിച്ച് ഒരു കാര്യമല്ല. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് യൂസ്ഫുൾ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജെന്യൂൻ ആയിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ചാനലുകളുടെയും ഇരുന്ന് വായിക്കുന്നുണ്ടായിരുന്നു. ഈ ചാനലുകളൊക്കെ ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഇടുന്നെന്തിനാ? അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്, അവരുടെ കണ്ടന്റാണ്. കുറ്റം പറയാൻ പറ്റില്ല, നെഗറ്റീവ് അല്ല, പോസിറ്റീവാണ്. അവർ വീഡിയോ ചെയ്യട്ടെ. പക്ഷെ അത് കുറേ ഇരുന്ന് കണ്ടുള്ള സമയം കളച്ചിലുണ്ടല്ലോ, അത് വേണ്ടെന്ന് ഞാൻ പറയുള്ളൂ. എന്റെ സമയം ഒരുപാട് പോയതാണ്. ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. കാരണം ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചിരുന്നു ഇവരൊക്കെ ഹൗ ടു സ്റ്റാർട്ട് യൂട്യൂബ് ചാനൽ അതൊക്കെ അടിച്ചു നോക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ കുറേ ചാനൽ, മലയാളി ചാനലിന് ഇഷ്ടംപോലെ വരും. അവർക്ക് കുറേ പറയാണ്ടാവും നമ്മുടെ അടുത്ത്. ജസ്റ്റ് ഈ ബട്ടൺ അമർത്തു, സബ്സ്ക്രൈബേഴ്സിനെ വാരിക്കൂട്ടാം, 100-ൽ നിന്നും 1000-ലോട്ട്, 1000-ൽ നിന്നും 1 മില്യണിലോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തംബ്നെയിൽ കാണാം. എത്രത്തോളം ജെന്യൂൻ ആണെന്നുള്ളത് തുറന്നു നോക്കി ചെയ്ത് നോക്കിയാൽ മനസ്സിലാവുള്ളൂ. വെറുതെ പറയാണ്. പിന്നെ ചില കാര്യങ്ങൾ എന്താ പറയാ, ഒരു കാര്യമില്ലാത്ത കുറെ കാര്യങ്ങളായിരിക്കും അവർ പറയുന്നത്. അപ്പൊ തന്നെ ഒരു ചാനലിനെ ആക്ഷേപിക്കല്ല, അവരവരുടെ കണ്ടന്റ് ചെയ്തോട്ടെ. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത് നോക്കിയിട്ട് വേണം. ഓക്കെ, ഒരു ഗ്രോത്ത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യേണ്ടത് കൺസിസ്റ്റൻസിയാണ്. ഒരു കാര്യത്തിലോട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക, നിർത്തരുത്. എന്ത് വന്നാലും നിർത്തരുത്. ചിലപ്പോൾ ഒരു റീച്ചും കിട്ടില്ല, വീഡിയോ നന്നായിട്ട് ഡൗൺ ആയിട്ട് കിടക്കുന്ന സമയമായിരിക്കും. ഞാൻ അങ്ങനെ പെട്ടെന്ന് ഡൗൺ ആവുന്ന ഒരാളാണ്. എൻ്റെ വീഡിയോ ഡൗൺ ആയി കഴിഞ്ഞാൽ ഞാൻ ഡൗൺ ആവും, അങ്ങനെ ഒരാളാണ് ഞാൻ. പക്ഷെ ഇവിടെ ഞാൻ എൻ്റെ മൈൻഡിനെ പറഞ്ഞ് സെറ്റ് ചെയ്തു. കാരണം എനിക്ക് ഒരുപാട് എക്സ്റ്റേണൽ സപ്പോർട്ടൊന്നും പുറത്തുനിന്ന് കിട്ടിയിട്ടില്ല.
വീഡിയോ എടുത്താൽ എനിക്ക് എന്റെ കുറച്ച് കസിൻസ് കൂടെ നിൽക്കാറുണ്ട്, അതുപോലെ ബ്രദേഴ്സ്. വല്ലപ്പോഴൊക്കെ ഇവരൊക്കെ കിട്ടാറുള്ളൂ. പിന്നെ ചുരുക്കം 1, 2, 3 ഫ്രണ്ട്സ്, ഇവർ മാത്രമാണ് എനിക്കൊരു മോട്ടിവേഷൻ തരുന്നത്. ബാക്കിയുള്ള എല്ലാവരും നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ പിന്നെ ഓളെ വീഡിയോ എന്തായി, പുറത്തിറങ്ങുന്ന സമയത്ത് വീഡിയോ ഒക്കെ കാണാറുണ്ട്, എന്തൊക്കെ ഓലാടി, എന്തടി കാട്ടിക്കൂട്ടിട്ട്, ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ കേൾക്കാറുണ്ട്. എന്തായി അതിനകത്ത് പറയുന്നത്, മനുഷ്യന്മാർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ആളെ പറ്റിക്കുക, ഇങ്ങനത്തെ കുറേ സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളെ തളർത്താൻ ഒരുപാട് 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 ആളുകൾ ഉണ്ടായിരിക്കും. ഇങ്ങനെ പറഞ്ഞ ആൾക്കാർ തന്നെ ഈ 20K, പിന്നെ വലിയൊരു സംഭവം ഒന്നും ആയിട്ടില്ല, ജസ്റ്റ് 20K ആളുകൾ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു സംഭവം കിട്ടി. അപ്പൊ ഈ പറഞ്ഞ ആളുകൾ തന്നെ ആ സമയത്ത് കൺഗ്രാറ്റ്സ്, അടിപൊളി, നീ സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാറ്റസിന് റിപ്ലൈ തരും. അതൊരു സന്തോഷമാണ്. അപ്പൊ നമ്മൾ അച്ചീവ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നവരെ, അല്ലെങ്കിൽ സക്സസിൽ എത്തുന്നവരെ ഒരാൾ നമ്മളെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഒന്നും ചെയ്യരുത്. ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല, ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. ഡൗൺ ആവുകയാണെങ്കിൽ, അതായത് വീഡിയോ ഡൗൺ ആവുകയാണെങ്കിൽ ഡൗൺ ആവരുത്, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക, അങ്ങനെ ഇട്ട് പോയി കഴിഞ്ഞാൽ സെറ്റ് ആവും. ഇതൊന്നും ഞാൻ വെറുതെ ഒരു മോട്ടിവേഷൻ തള്ളുന്നതല്ല, എൻ്റെ എക്സ്പീരിയൻസ് ആണ്, എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ടെക്നിക്കൽ ഒരു കാര്യങ്ങളും എനിക്കറിയില്ല. ഞാൻ അതുപോലെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല, അപ്പൊ ഞാൻ വീഡിയോ എടുത്തേക്കാൻ എൻ്റെ ഫോൺ നല്ലതല്ല. അപ്പൊ അവളൊരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനിപ്പോ എന്താ, ഈ ഉള്ള ഫോൺ എടുത്ത് ചെയ്യ്, അത്ര തന്നെ ഉള്ളൂ, നിന്റെ കണ്ടന്റിനാണ് ഇമ്പോർട്ടൻസ് എന്നുള്ള സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, നമ്മൾ ചെയ്യുന്ന കണ്ടന്റിനാണ് ഇമ്പോർട്ടൻസ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ക്യാമറ ക്ലാരിറ്റിയും ബാക്കിയൊക്കെ. തുടങ്ങി വെക്കാന്നുള്ളതല്ലേ, എല്ലാ കണ്ടന്റ് കൊണ്ട്, നമ്മളെ കയ്യിലുള്ള കണ്ടന്റ് കൊണ്ട് തുടങ്ങി വെക്കുക, ബാക്കിയുള്ളത് തനിയെ വന്നോളൂ. ബാക്കിയുള്ളത് വരും, ഉറപ്പായിട്ടും വരും. അതിനാദ്യം തുടങ്ങി നോക്കണം. തുടങ്ങി നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു പോസിറ്റീവ് ഫീൽ കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ കുറെ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞ പോലെ തടയാനും കുറ്റപ്പെടുത്താനും കളിയാക്കാനും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. പിന്നെ ഒരിക്കലും ഒന്നും പ്രതീക്ഷിച്ച് ചെയ്യരുത്. അതായത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്തേ എൻ്റെ കോൺടാക്ട് ലിസ്റ്റിലൊരു 1000+ കോൺടാക്ട് ലിസ്റ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പൊ എന്നെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ആയിട്ട് ഒരുപാട് പേർക്ക് അയച്ചു. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പ്ലീസ് സപ്പോർട്ട് മീ, സബ്സ്ക്രൈബ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമല്ലേ, അത് അയച്ചിരുന്നു. അന്നേരം ഞാൻ വിചാരിക്കുന്നത് എന്താ, ഇപ്പാവും 1K ഇപ്പാവും. കാരണം ഞാൻ അയച്ചു കൊടുത്ത എല്ലാവരും എൻ്റെ സ്വന്തക്കാരും എൻ്റെ ബന്ധുക്കാരും എൻ്റെ റിലേറ്റീവ്സും എൻ്റെ ഫ്രണ്ട്സും ഒക്കെയാണ്. അല്ലെങ്കിൽ എവിടെന്നെങ്കിലും വഴി എന്നെ അറിയുന്ന ആളുകൾ, എൻ്റെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, എൻ്റെ കൊളീഗ്സ്, ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് 1K ഇപ്പാവും, ഇവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടല്ലോ, ഇവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും ഒക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പ്രതീക്ഷിക്കരുത്, ആവൂല, ഒരിക്കലും ആവില്ല. 1000 പേർക്ക് ഞാൻ അയച്ചു കൊടുത്തതിൽ ഒരു 200 താഴെ പേര് മാത്രമാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള ആളുകൾ മാത്രമാണ് ഈ 20K എക്സ്റ്റേണൽ. ബാക്കിയുള്ള ആളുകൾ മൊത്തം ഈ എക്സ്റ്റേണൽ ആളുകളാണ്. അതായത് എന്നെ കുറിച്ച് അറിയാത്ത, അല്ലെങ്കിൽ എന്നെ അറിയാത്ത, എനിക്ക് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകളാണ്. ഒരിക്കലും അവരെനിക്ക് സ്ട്രേഞ്ചേഴ്സ് എന്ന് പറയില്ല, കാരണം അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരല്ല, അവര് നിങ്ങൾ തന്നെയാണ്. എന്റെ വീഡിയോ കാണുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളെനിക്ക് തന്നെ ഒരു സപ്പോർട്ട് ഉണ്ട്. ചിലപ്പോൾ അത് നിങ്ങൾക്ക് ചെറുതായി തോന്നുന്നുണ്ടായിരിക്കും, പക്ഷെ അതിനൊരു വാല്യൂ ഉണ്ട്. അതിന് ഞാൻ കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ട്. കാരണം ആ 1000 പേര് ചെയ്യാത്ത കാര്യമാണ് എന്നെ അറിയാത്ത നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തത്. ഇത് എനിക്ക് വേണ്ടി ചെയ്തതെന്നല്ല, നിങ്ങൾക്കത് എന്റർടൈനിങ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടമായതുകൊണ്ട് ചെയ്തതായിരിക്കും. പക്ഷെ അത് എനിക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. കോൺഫിഡൻസ് എന്ന് പറഞ്ഞത് എനിക്ക് വായുന്ന് പൊട്ടി മുളച്ചല്ല, നിങ്ങൾ തന്ന സപ്പോർട്ടാണ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. കയ്യിലുള്ള റിസോഴ്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക, ബാക്കി നമ്മുടെ പുറകെ വരും. പിന്നെ ഒന്നും ആവാത്ത, ടെക്നിക്കലി അല്ലെങ്കിൽ യൂട്യൂബിന്റെ ഒരു കാര്യം അറിയാത്ത, എഡിറ്റ് ചെയ്യാൻ മര്യാദക്ക് അറിയാത്ത, ഒന്നും അറിയാത്ത എനിക്കിന്ന് കുറച്ച് മാസങ്ങൾ കൊണ്ട് 20K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഉറപ്പായിട്ടും പറ്റും. തുടങ്ങി വെക്കുക എന്നുള്ളൊരു കാര്യം മാത്രം. ഇങ്ങനത്തെ ഒരു വീഡിയോസ് ഞാൻ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഒരിക്കൽ പറ്റി വിചാരിച്ചിട്ട് എനിക്ക് പറ്റുമോ? പക്ഷെ പറ്റും, ചെയ്തു നോക്കണം. ചെയ്യാൻ ആഗ്രഹമുള്ളവർ ചെയ്തു നോക്കണം. പറ്റൂല വിചാരിച്ചിട്ട് ബാക്കോട്ട് നിൽക്കരുത്, ചെയ്ത് നോക്കണം, പറ്റും. അത്ര എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഓക്കെ, നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ട് എനിക്ക് ഒരുപാട് വലുതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു നന്ദി പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് പറയാം, അതൊന്നും എങ്ങനെയെന്ന് എനിക്കറിയില്ല. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ കണ്ടന്റ് മൈൻഡ് ഗെയിംസ്, അതുപോലെ മൈൻഡ് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെയാണ്. അധികം പിള്ളേരാണ് എൻ്റെ ഓഡിയൻസ് തോന്നുന്നു. അതെ, പിള്ളേരും അതുപോലെ കുറച്ച് നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യന്മാരാണ് എൻ്റെ ഓഡിയൻസ്. എനിക്ക് മനസ്സിലാവും, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. ഓക്കെ, അപ്പൊ തുടർന്ന് അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥന എന്നും കൂടെ വേണം. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു.